സാറേ, രാത്രി കുറച്ച് പകലാക്കിയാലും കുഴപ്പമില്ല. കോടതിയിലെ ചില സംഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് ചെറിയ ഭയമുണ്ട്. അത് ശരി. ഇവന് ധൈര്യം കൊടുക്കേണ്ട താനെന്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല സാറേ, ഈ കേസിന്റെ പ്രാധാന്യം എനിക്കറിയാം. ഇന്ന് ആ പാവ അമ്മയെ കോടതിയിൽ നിർത്തി പൊരിക്കുന്ന കണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. മോനെ, അടുത്ത കോടതി നിർണായകമാണ്. ഡിഫൻസ് വക്കീലിന്റെ പ്രകടനം കഴിഞ്ഞു. ഇനി നീയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചവരെ കോടതിക്ക് മുമ്പിൽ തുറന്ന് കാട്ടേണ്ടത്. അതെനിക്കറിയാം മുത്തശ്ശ. ഇനിയിപ്പോ രാത്രിയാണെന്ന് നോക്കുന്നില്ല. എനിക്ക് നന്ദുവിനെയും അനിയെ ഒന്ന് കാണണം. അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. മൂർത്തിക്കും ഭാര്യയ്ക്കും ശിക്ഷ കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ അവരൊക്കെ പേടിക്കുന്നത് അനിയുടെ കാര്യം ഓർത്തിട്ടാ. ആ പയ്യനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് സാറേ. അങ്ങനെ പറയാതെ അവന് ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഇവൻ ഈ കേസ് ബാധിക്കുന്നത് എന്തിനാ? മുത്തശ്ശ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ കേസ് ഏറ്റെടുത്ത ശേഷം ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല. ഇന്ന് അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ വാദവും സാക്ഷി മൊഴികളും ഒക്കെ ഞാൻ കേട്ടതാ. അത് എത്രമാത്രം കോടതി വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി അതെല്ലാം കോടതി വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി കൂടും. ഏതായാലും ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ കൂടെ വരണോ സാറേ? വേണ്ട. കോടതി പിരിഞ്ഞപ്പോ നവീൻ സാറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാറേ. അവന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ. ഇത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണ. ഈ കേസ് ജയിച്ചാല് അവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. മൂർത്തി എന്നെ വിളിച്ചിട്ട് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഇനി നവീനെ ഏൽപ്പിക്കാമെന്നാ പറഞ്ഞത്. അതെന്നോട് നേരത്തെ പറഞ്ഞതാ. ഞാനാ വേണ്ടാന്ന് പറഞ്ഞേ. നമുക്കിപ്പോ അവരുടെ കേസ് കിട്ടുക എന്നുള്ളതല്ലല്ലോ, ഇത് അവരെ പോലെ തന്നെ നമ്മുടെയും അഭിമാനത്തിന്റെ പ്രശ്ന. അവനെ എനിക്ക് വിശ്വാസ. നവീനെ അല്ലാതെ പിന്നെ ഈ കേസ് ഞാൻ നോക്കിയിട്ട് ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഞാനും ഇന്ന് ഉറക്കം കളയാൻ തീരുമാനിച്ചിരിക്കുക. അവൻ എന്റെ സഹായം ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ എന്റെ ഒരു സപ്പോർട്ട് അവന് വേണം. എന്നാ ഞാൻ സാറിനൊരു കാപ്പി കൊണ്ടുവരാം. ആയിക്കോട്ടെ. ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് നന്ദുവിന്റെ സോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് ഈ അനാമികയുടെ സകല ഡീറ്റെയിൽസ് കൊടുക്കണം. അവളുടെ ഭൂതകാലം മുഴുവനും ചെകഞ്ഞെടുക്കണമെന്നാ പറഞ്ഞത്. അവളുടെ കോളേജ് ലൈഫ്, ഫ്രണ്ട്സ്, അവളുടെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം. അവക്കൊരു കാമുകനുണ്ട്, സ്റ്റെബിൻ എന്നാ പേര്. അതിന്റെ വിഷ്വൽസ് ഒക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? അവൾ കൂട്ടുകൂടുന്നതൊക്കെ ഫ്രോഡ് പയ്യന്മാരുമായിട്ടാ. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണം. അവള് വളരെ പ്ലാൻഡ് ആയിട്ട് അനിയുടെ ജീവിതത്തിലേക്ക് വന്നതാ. ഇവന്റെ കവിതയെ സ്നേഹിച്ചെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ കല്യാണത്തിന് ശേഷം അവൾക്ക് അങ്ങനെ കവിതാ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവൾക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവള് കണ്ടെത്തിയൊരു മാർഗ്ഗം മാത്രം അത്. അതുകൊണ്ടാ പറഞ്ഞത്. അവൾക്ക് ഈ രീതിയിലുള്ള സഞ്ചാരം ഉണ്ടായിരുന്നോ, അവൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വഴിവിട്ട പോക്ക്. ഇതൊക്കെ കണ്ടെത്തിയേ പറ്റൂ. കേസ് കുറച്ച് കടുപ്പാണല്ലോ. അതൊരു പോലീസ് ഓഫീസറായി നീ എന്നോട് ചോദിക്കുകയാണോ നന്ദു? ഇവൻ പട്ടാപ്പകലല്ലേ അനാമികയുടെ കർണത്തടിച്ചത്? അത് മാത്രമാണോ? നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിൽ കയറിയ ഇവന്റെ മുത്തശ്ശൻ അനാമികയുടെ അച്ഛനെ തല്ലിയിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ കോടതിയിൽ നടന്നൊക്കെ കണ്ടിട്ട് എന്റെ വീട്ടിൽ എല്ലാവരും അപ്സെറ്റാ. അതുപോലെ മുത്തശ്ശി കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയപ്പോ കരയാതിരിക്കാൻ എല്ലാരും പാടുപെടുകയായിരുന്നു. ആ കാഴ്ച കണ്ട് ശരിക്കും നവീനേട്ടാ ഞാൻ തകർന്നുപോയി. എന്റെ അവസ്ഥ അത് തന്നെ. നന്ദുവിന്റെ ചേച്ചിമാരൊക്കെ ഇവന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണല്ലോ നന്ദുവിന് ഇവരെയൊക്കെ പരിചയം. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മൂർത്തി മുത്തശ്ശനെയും ഇവന്റെ മുത്തശ്ശിയൊക്കെ അറിയാം. അത് എനിക്കും വലിയ ഷോക്കായി. അതിലേറെ എന്റെ മുത്തശ്ശൻ അഡ്വക്കേറ്റ് നരസിംഹൻ ഈ കേസ് തോറ്റ എന്നോട് വക്കീൽ കുപ്പായ അഴിച്ചു വെക്കാൻ പറയും. എന്നെ വിശ്വസിച്ച എന്റെ മുത്തശ്ശൻ ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറക്കൊഴിക്കുന്നതും നിങ്ങളുടെ സഹായം തേടുന്നത്. നന്ദുവും അനിയും മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് അടുത്ത കോടതി വരെ എനിക്ക് വേണ്ടി ചില യാത്രകൾ ചെയ്തേ പറ്റൂ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ നവീനേട്ടാ. എത്ര ദിവസം വേണമെങ്കിലും അതിനുവേണ്ടി ഞാൻ ലീവ് എടുക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസ് ജയിക്കണം. ഞാൻ ഉറപ്പൊന്നും ഇപ്പൊ പറയുന്നില്ല, എങ്കിലും കഴിവിന്റെ പരമാവധി ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കും. ഓക്കെ, ശരി. എടി, നവീൻ പറഞ്ഞു കേട്ടില്ലേ? നീ വിഷമിക്കണ്ട. ഞാൻ അവളുടെ സകല ഡീറ്റെയിൽസും ഇന്ന് തന്നെ തപ്പിയെടുത്തോളാം. അനാമിക എന്ന പരാതിക്കാരി ഇവിടെ പറഞ്ഞത് അനിയുടെ കവിതയെ ഇഷ്ടപ്പെട്ട് അനിയെ അഭിനന്ദിച്ചപ്പോ പിന്നീട് അനി അനാമികയുടെ പിന്നാലെ നടന്നു എന്നാണ്. അങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടന്നതെന്നും പറഞ്ഞു. അത് സത്യമല്ല. എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നിരന്തരം നടന്നത് അനാമികയാണ്. അതിനുശേഷം എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഇടിച്ചു കയറി വന്ന് എന്റെ വീട്ടിലുള്ളവരുടെ മതിപ്പ് പിടിച്ചു പറ്റിയതും അനാമികയാണ്. അതിനുശേഷം ഞാൻ പോലും അറിയാതെ എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കുകൊടുത്തു, അനാമികയെ അനന്തപുരിയുടെ മരുമകളാക്കാന്ന്. അങ്ങനെയാ ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോ എനിക്ക് ഇഷ്ടമില്ലാതെയാണ് ഒന്നിച്ചത് അല്ലെ? അതെ. അനന്തപുരി തറവാട്ടിലെ സ്ത്രീകൾ അടിമത്തം അനുഭവിക്കുന്നുണ്ടെന്നാണ് പരാതിക്കാരി പറഞ്ഞത്. എന്നാൽ അതിനെ പ്രതിഭാഗം ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതേപ്പറ്റി ചോദിക്കുന്നതിൽ യാതൊരു പ്രസക്തിയും. എങ്കിലും അടിമത്തമുണ്ടെന്ന് പരാതിക്കാരി ആരോപിച്ച സമയത്ത് തന്നെ നയന മൂർത്തീസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ അല്ലേ? അതെ. എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്നെ ആ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത് എന്റെ ഭർത്താവാണ്. ഇന്ന് ഞാൻ കേരളത്തിലെ നമ്പർ 1 ഡിസൈനറാ. അത് ആ തറവാട്ടിൽ വരാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. യുവർ ഓണർ, ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഡിസൈനറാണ് നയന ആദർശ്. തറവാട്ടിൽ തളയ്ക്കപ്പെടുന്ന അടിമകളായ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ കഴിയുന്നത്? എങ്ങനെയാണ് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റുന്നത്? യുവർ ഓണർ, വിവാഹത്തിന് മുമ്പ് ഒരു ആർട്ട് ഗാലറി നടത്തിയിരുന്നു നയന. ശരിക്കും പറഞ്ഞ മൂർത്തീസ് ജ്വല്ലറിൽ മെയിൻ ഡിസൈനറായി ഈ കുട്ടിയെ നിയമിച്ചതിലൂടെ നയനയുടെ കഴിവുകളെ ചൂഷണം ചെയ്യുകയായിരുന്നു കമ്പനിയുടെ MD ആയ 3ാം പ്രതി ആദർശ്. പ്രോസിക്യൂഷൻ ഇഷ്ടംപോലെ സമയം തന്നാണല്ലോ. ഇനി ഡിഫൻസിന്റെ വാദങ്ങൾ കൂടി നടക്കട്ടെ. താങ്ക് യു യുവർ ഓണർ. അനന്തപുരി എന്ന സമ്പന്ന കുടുംബത്തിൽ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ട കാര്യം എന്ന് മാത്രമല്ല, ആ കുടുംബത്തിലെ ആണുങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ എത്തുന്ന മരുമക്കളെ ഉയർത്തിവിടില്ല. അവർക്ക് പേരും പെരുമയും ഉണ്ടാവാൻ അനുവദിക്കില്ല. ഇവിടെ ഞാൻ നിരസിച്ചിട്ടും എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്നെ സമ്മർദ്ദം ചെലുത്തി ഡിസൈനിങ് മേഖലയിലേക്ക് കൊണ്ടുവന്നത് ആദർശേട്ടനാ. എന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ
എന്റെ ഭർത്താവാണ്. അനഘ എന്നൊരു പെൺകുട്ടിയെ പറ്റി ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. ആ പെൺകുട്ടിയുമായിട്ട് വിവാഹത്തിന് മുമ്പ് ആദർശിന് അടുപ്പമുണ്ടായിരുന്നു? ഇല്ല. പിന്നെ എന്തിനാണ് അനഘയുടെ മകൾ ചന്തുമോളെ നിങ്ങൾ ഏറ്റെടുത്ത്? ആ കുട്ടിക്ക് നിങ്ങൾ രണ്ടാളും അച്ഛനും അമ്മയും ആയത് എന്തിനു വേണ്ടിയാണ്? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ സർ. ആ പ്രത്യേക സാഹചര്യത്തെ പറ്റിയാണ് കോടതിക്ക് അറിയേണ്ടത്. അതൊക്കെ പോട്ടെ, ചന്തുമോൾ നിങ്ങളുടെ മകളാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോ ഞാൻ മകളായി ഏറ്റെടുത്തതിന് ശേഷം ചന്തുമോള് ഞങ്ങളുടെ മകള് തന്നെയാ. അല്ലാതെ നിങ്ങൾ തമ്മിൽ രക്തബന്ധമൊന്നുമില്ല അല്ലേ? ഇല്ല. പിന്നെ ആരാണ് ഈ പറയുന്ന ചന്തുമോളുടെ അച്ഛൻ? അത് മറ്റൊരാളാണ്. ചന്തുമോളുടെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ എനിക്ക് അനുമതി നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. CC 16/2025 പൊട്ടക്കുഴിയിൽ ചന്ദ്രൻ മകൻ CK വേണു, 52 വയസ്സ്. CK വേണുവിന് എന്താണ് ജോലി? അത് പിന്നെ ഞാനൊരു ഫിനാൻസ് കമ്പനി നടത്തുകയായിരുന്നു. എവിടെയാണ് ഫിനാൻസിയേഴ്സ്? അതൊരു 10 കൊല്ലം മുമ്പായിരുന്നു. കല്ലേറ്റിൻകരയായിരുന്നു അതിന്റെ ഓഫീസ്. എന്നിട്ട് എന്താ പൊളിഞ്ഞുപോയോ? കാര്യമായ വരുമാനം ഇല്ലാതെ വന്നപ്പോ അതങ്ങ് നിർത്തി. എന്നിട്ട് ഈ 10 വർഷവും വേറെ ജോലി ഇല്ലാതെയാണോ ജീവിച്ചത്? അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു സാർ. ജയൻ വർക്കല, അങ്ങനെ ഒരാളെ പരിചയമുണ്ടോ? അത് പിന്നെ പരിചയം ഉണ്ടോ ഇല്ലയോ? പരിചയമുണ്ട്. എങ്ങനെയാ പരിചയം? അത് അയാളെ കയ്യിൽ നിന്ന് ഞാൻ പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തായിരുന്നോ? തിരിച്ചു കൊടുത്തു. പിന്നെന്തിനാണ് അയാൾ നിങ്ങളുടെ പേരിൽ 2015 ഓഗസ്റ്റ് 10 ഒരു കേസ് കൊടുത്തത്? വർക്കല സ്റ്റേഷനിൽ പലിശയ്ക്ക് പണം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാത്തതായിരുന്നില്ല കേസിന് ആധാരം. അയാളുടെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്ന വേണു അയാളുടെ ഭാര്യ യാമിനിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഒരു വേള അത് കണ്ടുപിടിച്ച വേണുവിന്റെ സുഹൃത്തായ ജയൻ അത് താങ്കളെ പറഞ്ഞ് വിലക്കിയിട്ടും താങ്കൾ വീണ്ടും ആ ബന്ധം തുടർന്നു. അതേ തുടർന്നാണ് വ്യക്തമായ തെളിവുകളുമായി യാമിനിയുടെ ഭർത്താവ് ജയൻ വർക്കല സ്റ്റേഷനിൽ താങ്കൾക്കെതിരെ പരാതി കൊടുത്തത്. ആ കേസിൽ താങ്കൾ റിമാൻഡിലായി. പിന്നീട് പുറത്തിറങ്ങിയ താങ്കൾ ആ കേസ് സെറ്റിൽ ചെയ്യുകയായിരുന്നു. എന്താ ഈ പറഞ്ഞതൊക്കെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ആറ്റിങ്ങലിലുള്ള നിർമ്മല എന്ന സ്ത്രീയുമായിട്ട് താങ്കൾക്ക് അടുപ്പമുണ്ടായിരുന്നില്ലേ? അവസാനം ആ നിർമ്മലയും താങ്കളെ കോടതി കയറ്റിയില്ല. ഇതാണ് സാർ പരാതിക്കാരുടെ കുടുംബ പശ്ചാത്തലം. ഇപ്പോ താങ്കളുടെ പേരിൽ എത്ര കേസുകൾ നിലവിലുണ്ട്? അത് പിന്നെ ഓർമ്മ കാണില്ല. പലിശയ്ക്ക് പണം എടുത്തിട്ട് പറ്റിക്കലാണല്ലോ ഇപ്പൊ തന്റെ ജോലി. അങ്ങനെയൊന്നും ഇല്ല സാർ, ഞാൻ ആരെയും പറ്റിക്കാറില്ല. പലിശയ്ക്ക് പണം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. പലർക്കും വണ്ടിച്ചെക്ക് കൊടുത്തിട്ടാണ് താങ്കൾ പണം വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായി താങ്കളുടെ പേരിൽ 10ഓളം കേസുകളുണ്ട്. യുവർ ഓണർ, കേസ് നടത്തി കോടതി കയറി ഇറങ്ങുന്ന ഒരാൾക്ക് അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും. അതാണ് മിസ്റ്റർ വേണുവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അതിനിടയിലാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആനന്ദപുരി തറവാട്ടിലെ അംഗങ്ങൾക്കെതിരെ സ്വന്തം മകളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അച്ഛൻ കാഴ്ചക്കാരനായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്. വേണുവിനെതിരെയുള്ള എല്ലാ കേസുകളുടെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട് സർ. വേണുവിന്റെ മരുമകനായ അനിയും മകളായ അനാമികയും തമ്മിലുള്ള കേസ് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ താങ്കളുടെ അടുത്ത് അനന്തമൂർത്തി എന്ന എന്റെ കക്ഷി വരികയും എന്നാൽ അവിടെ വന്ന ശേഷം താങ്കളെ തല്ലുകയും ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന കേസ്. സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞതാണല്ലോ. കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് താങ്കൾ ഒഴിഞ്ഞു മാറണ്ട. അന്ന് സംഭവിച്ചത് എന്താണെന്ന് താങ്കളുടെ നാവ് കൊണ്ട് കോടതിയെ അറിയിക്കണം. അത് പിന്നെ എന്നെ നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് 25 കോടി തരാമെന്ന് പറഞ്ഞു. കേസ് കോടതിക്ക് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ മോളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം തട്ടിയതുകൊണ്ട് ഞാൻ ആ തുക വേണ്ടാന്ന് വെച്ചു. അതിനാണ് അനന്തമൂർത്തി എന്റെ കർണത്തടിച്ചത്. 25 കോടി ആനന്ദമൂർത്തി താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞു അല്ലേ? അതെ, തരാമെന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് നന്ദകുമാർ വക്കീലാണ്. വക്കീൽ സാറേ, സാറിന്റെ മുറിയിലെ ക്യാമറ ഉള്ളതാണല്ലോ. ഈ പറഞ്ഞതിന്റെ വീഡിയോ കോടതിക്ക് കൊടുക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുമല്ലോ. ക്യാമറ അന്ന് കംപ്ലൈന്റ് ആയിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ അത് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമായിരുന്നു. എന്നാൽ കേടാവാത്ത ക്യാമറയും അന്നവിടെ ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നു. നമ്മൾ നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിലേക്ക് പോവാണ്. അവിടെ എന്നെ കാത്ത് ആ വേണുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ കൃത്യമായിട്ട് ക്യാമറയിൽ പകർത്തണം. നീ പുറത്തു തന്നെ നിന്നാ മതി. ശബ്ദം വ്യക്തമായി പിടിച്ചെടുക്കുന്ന ഒരു ക്യാമറയാണ് ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. നീ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി. ശരി സർ. എന്നാ വണ്ടി എടുക്കാം. ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുകയാ ഞങ്ങൾ ചോദിക്കും. സാറേ, 10 കോടി കൊണ്ട് കാര്യം നടക്കില്ല. 15 കോടി തന്നാലും ഞങ്ങൾ അതിന് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എത്രയാ വേണം ഉദ്ദേശിക്കുന്നത്? ഒരു 20 കോടി. ഇതിനകത്ത് താനാണല്ലോ 10 കോടി എന്ന് പറഞ്ഞിട്ട് പിന്നീട് 20 കോടി ആവശ്യപ്പെടുന്നത്.